ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ തുടങ്ങിയോ? ഞങ്ങളുടെ ഇവിടെ നല്ല മഴയാണ്. 2 ദിവസം നല്ല വെയിലൊക്കെ കഴിഞ്ഞിട്ട് മഴയായി തുടങ്ങി പിന്നെയും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഒരുപാട് പേർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്ത കുറച്ച് പേർക്ക് പ്രയോജനപ്പെട്ടോട്ടെ എന്നോർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാനൊരു ചെടി കാണിക്കാം. എൻ്റെ ഒരു ഡെയ്സി ചെടിയാണ്. അതിൻ്റെ ചെടിയുടെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്കും അറിയാം, ഇലയൊക്കെ മഞ്ഞളിച്ച് തുമ്പൊക്കെ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇത് ശരിക്കും പറഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഗ്നീഷ്യം ഇട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ എംസം സാൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം മാറേണ്ടതാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഇത് മാറിയില്ല. ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്, അങ്ങനെ മാറുന്നതുമാണ്. പക്ഷേ ഈ പ്രാവശ്യം അത് മാറിയില്ല. അപ്പം ഞാൻ എൻ്റെ മണ്ണൊന്ന് പരിശോധിച്ചു. ആ മണ്ണ് പരിശോധിച്ചപ്പം കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാ നോക്കിക്കേ, എല്ലാം സഫിഷ്യൻ്റാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നിരുന്നിട്ട് പോലും എൻ്റെ ചെടിയുടെ ഈ പ്രോബ്ലം ഉണ്ടാകാനുള്ള കാരണം കൃഷി ഓഫീസർ പറഞ്ഞു തന്ന കാര്യമാണ്. എന്ത് വളമാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കണമെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ജൈവ സ്ലറിയാണ്. കാരണം ചെടിയൊക്കെ സെയിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് വളർന്ന് കിട്ടാൻ വേണ്ടി എല്ലാ ചെടികൾക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ജൈവ സ്ലറിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ എല്ലുപൊടി ചേർക്കുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാൽ പോലും നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് അതിൽ. കാരണം വേപ്പിൻ പിണ്ണാക്കിലാണെങ്കിലും കള്ളപ്പിണ്ണാക്കിലാണെങ്കിലും നൈട്രജനാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം ചെടിക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് നൈട്രജൻ ആയതുകൊണ്ട് മറ്റു വളങ്ങളത് വലിച്ചെടുക്കുന്നതിനേക്കാൾ നൈട്രജൻ കണ്ടൻറ്റ് അങ്ങനെ ഒരു രീതി ഉണ്ടത്രേ ചെടികൾക്ക്. നൈട്രജൻ കൂടുതൽ കിട്ടുവാണെങ്കിൽ ചെടി ആദ്യം അതാ കൂടുതൽ വലിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഒരു പൂക്കളൊക്കെ ആകുന്ന സമയമാകുമ്പോൾ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ കൂടുതൽ കൊടുക്കണം പൂക്കൾ എന്ന് പറയുന്നത്. നൈട്രജൻ്റെ അളവ് കുറച്ചുകൊണ്ട് പൊട്ടാസ്യം അളന്ന്. പക്ഷേ നമ്മളുടെ ഒരു ചെറിയ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് പറ്റിയൊരു വിഷയമാണ് ഇതെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് പരിഹരിക്കാനായിട്ട് ആദ്യം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഡോളോമേറ്റ്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യം ഡോളോമേറ്റ് ഇട്ട്, പ്രത്യേകിച്ച് ഡെയ്സി പോലുള്ള, അപ്പോൾ എല്ലാ ചെടിയിലും അത് എഫക്റ്റ് ചെയ്യത്തില്ല. കാരണം അമ്ലത ദോഷമാകുന്ന ചില ചെടികളുണ്ട്. നമ്മുടെ ഇവിടുത്തെ മണ്ണിൽ ശരിക്കും പറഞ്ഞാൽ അമ്ലത കൂടുതലാണ്, കേരളത്തിലെ മണ്ണിൽ. അപ്പം ഇതിന് റോസ, ഡെയ്സി, എസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റ് അങ്ങനെയൊക്കെയുള്ള ചെടികളിലാണ് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്, ഈ പ്രോബ്ലം അത് പെട്ടെന്ന് കാണിക്കുക. എന്നാൽ എല്ലാ ചെടിയിലും ഇല്ല എനിക്ക് ഈ വിഷയം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്ത കാര്യം ഡോളോമേറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്തു മണ്ണ്. അപ്പോഴത്തേക്കും എൻ്റെ ചെടിയുടെ കണ്ടീഷൻ ഇങ്ങനെയായി. കണ്ടോ? ഞാൻ ആദ്യം ആ വീഡിയോയിൽ ഫോട്ടോയിൽ കാണിക്കുന്ന അതേ ചെടിയാണ് ഇപ്പം. നോക്കിക്കേ. പിന്നെ ചിലതിലൊക്കെ ഇത്തിരി കൂടെ ഒരു മഞ്ഞളിപ്പുണ്ട്, അത് മാറി മാറി വരുന്നു. ഇനി ഉടനെ തന്നെ അതെല്ലാം മാറി നല്ല രീതിയിലേക്കാകും എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ശരിക്കും ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എനിക്ക് തോന്നിയ എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരിക്കലും ഒരു വളം തന്നെ റെഗുലറായിട്ട് യൂസ് ചെയ്യരുത്, മാറി മാറി യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് ചെടികളുടെ കാര്യത്തിൽ പണ്ട് എൻ്റെ വിചാരം, ഞാൻ പച്ചക്കറിക്കൊക്കെ ഡോളോമേറ്റ് യൂസ് ചെയ്യാറുണ്ട്. ചെടികളുടെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്നൊരു കരുതലായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ചെടികൾക്കും നമുക്ക് ചില ചെടികൾക്ക് അമ്ലത ഒരുപാട്, നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ മണ്ണെന്ന് പറയുന്നത് അമ്ലത കൂടിയ മണ്ണാണ്. അപ്പം നമുക്ക് അത് പരിഹരിക്കാനായിട്ട് ചിലപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമുക്കൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, വിജയിക്കാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മണ്ണൊന്ന് പരിശോധിക്കുക. മണ്ണ് പരിശോധിക്കുന്നതിന് സത്യം പറഞ്ഞാൽ കൃഷി ഓഫീസ് വഴിയാണ് നമ്മൾ പരിശോധിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ പോലും അടിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് നേരിട്ട് മണ്ണ് പരിശോധന കേന്ദ്രത്തിൽ കൊണ്ടുപോയാണ് പരിശോധിച്ചത്. പക്ഷേ നേരിട്ടല്ല, കൃഷി ഓഫീസ് വഴിയാണെങ്കിൽ നമുക്ക് പൈസ പോലും അടയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മുടെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന മിസ്റ്റേക്കുകൾ ഒരു മണ്ണ് പരിശോധനയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും നമ്മളുടെ ആ ചെടികൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ഇടാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്.